ഒരു വ്യക്തി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രൈസ്തവ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്നത് എന്തെങ്കിലും വലിയ ഒരു നേട്ടം പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണമെന്ന വലിയ യാഥാർത്ഥ്യത്തെ നാം അറിയേണ്ടത് അനിവാര്യമാണ്. അങ്ങനെയെങ്കിൽ ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിയിലെ ദൈവസഭയ്ക്ക് എഴുതിയ തന്റെ 1-ാം ലേഖനം 15-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. 1 കൊരിന്ത്യർക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. ഒരാൾ വായിച്ചാൽ നമുക്കൊന്നുകൂടെ ശ്രദ്ധിക്കാം. നാം ഈ ജീവിതത്തിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും ദയനീയത്രേ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ ഒരു കാര്യം അറിയണം. ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം, ഏറെ ആകയാൽ 80 സംവത്സരം. അത് ദുഃഖകരമാണ്, പ്രയാസകരമാണ്, പരിതാപകരമാണ്. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, 70-ഓ 80-ഓ പരിമിതമായ ഒരു ആയുസിന്റെ ജീവിതമല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവം നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യം മറക്കരുത്. അതിന് ഏറ്റവും തുണ നൽകുന്ന വാക്യമാണ് നാം വായിച്ചത്. നാം ഈ ജീവിതത്തിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും ദയനീയരത്രേ, അരിഷ്ടരത്രേ. ഇപ്പൊ നമ്മുടെ ഈ ഭൂമിയിലെ ആയുസ് 70-ഓ 80-ഓ വർഷം ആയിരിക്കാം. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ അവസാനിക്കും, അല്ലേ? എന്നാൽ ഈ ഭൂമിക്കപ്പുറത്ത് ഒരു ജീവിതവും ഒരു ആയുസും ഒരു ഭൂമിയും നമുക്കുണ്ട്. അതാണ് പൗലോസ് പറയുന്നത്, ഈ ജീവിതത്തിൽ മാത്രം നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ അരിഷ്ടരാണ്, ദയനീയരാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, ഒരു ക്രിസ്തീയ വിശ്വാസി ഈ ശരീരത്തിൽ മാത്രം പ്രത്യാശിക്കരുത്. ഈ ശരീരത്തിലെ ആത്മദേഹികളുടെ വിശ്വാസത്തെ മാത്രം വിശ്വസിക്കരുത്. പിന്നെയോ, ഇതിനപ്പുറമായി നമുക്കൊരു ജീവിതമുണ്ട്. അങ്ങനെ ഉണ്ടെന്നറിഞ്ഞ് അതിന്റെ വില അറിഞ്ഞുകൊണ്ട്, അതിന്റെ വില മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകുവാൻ. മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 19-20 വാക്യങ്ങൾ വായിച്ചാൽ, മർക്കോസ് 13-ാം അധ്യായം അതിന്റെ 19-20 വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ. ആ നാളുകളിൽ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇന്നുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതും ആയ കഷ്ടകാലം ആവും. കർത്താവ് ആ നാളുകളെ ചുരുക്കിയിട്ടില്ല, എങ്കിൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. ഞാൻ തിരഞ്ഞെടുത്ത വ്യക്തന്മാർ നിമിത്തമോ ഞാൻ ആ നാളുകളെ ചുരുക്കിയിട്ടില്ല. എന്റെ 20-ാം വാക്യം, കർത്താവ് ആ നാളുകൾ ചുരുക്കാതെ ഇരുന്നാൽ ആരും രക്ഷപ്പെടുകയില്ല. താൻ തിരഞ്ഞെടുത്ത വൃദ്ധന്മാർ നിമിത്തം അവൻ ആ നാളുകൾ ചുരുക്കിയിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ പറയുകയാണ്, കർത്താവ് തിരഞ്ഞെടുത്ത വൃദ്ധന്മാർ
വൃദ്ധന്മാർ എന്ന് പറയുമ്പോൾ ഒറ്റ നോട്ടത്തിൽ പ്രായം ചെന്നവർ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. കർത്താവ് തിരഞ്ഞെടുക്കപ്പെട്ടവർ. പ്രിയ ദൈവമക്കളെ, ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ, അതാണ് അവിടെ ദൈവം ഉദ്ദേശിക്കുന്നത്. ഒരു ചെറിയ കുട്ടി മുതൽ ഒരു വൃദ്ധനായ മനുഷ്യനെ വരെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നുവെങ്കിൽ അവർ നിമിത്തമേ ആ നാളുകൾ ചുരുങ്ങത്തുള്ളൂ. വരുവാനിരിക്കുന്ന ദിനങ്ങൾ ഭീകരമായിരിക്കും. വരുവാൻ പോകുന്ന ദിവസം മനുഷ്യരാരും തങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ദിവസങ്ങളായിരിക്കും. ഹല്ലേലൂയ. ആ ദിവസങ്ങളിൽ ഈ ലോകം ഒന്നിനു പുറമെ ഒന്നായി ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത മഹാവ്യാധികളിലേക്ക്, പീഡനങ്ങളിലേക്ക്, പ്രയാസങ്ങളിലേക്ക്, പ്രശ്നങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ അതിന്റെ ദൈർഘ്യം പരിമിതപ്പെടുത്തണമെങ്കിൽ ആ സമയം ദൈവം നമ്മളെ ഓർക്കണം. നമ്മുടെ വില എത്ര വലുതാണ്! ഒരു ദൈവമൈതലിന്റെ വില, ഒരു വിശ്വാസിയുടെ വില, ഒരു വിശുദ്ധന്റെ വില, ഒരു ക്രൈസ്തവന്റെ വില അന്ന് ലോകം അറിയുവാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ഈ വാക്യം പറയുന്നതാണെന്നറിയാമോ? ഒരു മനുഷ്യനും സഹിച്ച് പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത ഒരു കാലം ഇതാ വരുന്നു. അത് വരുമ്പോൾ ആ കാലത്തിൽ മനുഷ്യർ നെപ്പോട്ടമോടി ജീവിതം മടുത്തു എന്ന് ആഗ്രഹിക്കുമ്പോൾ മരണത്തിലേക്ക് സ്വയം തങ്ങളുടെ ജീവിതത്തെ ഒഴിക്കുമ്പോൾ ആ ദിവസം എണ്ണത്തിൽ ചുരുക്കണമെങ്കിൽ, അതിന്റെ ദൈർഘ്യം കുറയണമെങ്കിൽ ദൈവം നമ്മളെ ഓർക്കണം. ദൈവമക്കളെ, ലോക മനുഷ്യര് വല്ലാത്ത വ്യാധികളിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ നടുവിൽ, അതിന്റെ മധ്യത്തിൽ ദൈവജനമുണ്ടെങ്കിൽ അവരെ ഓർത്തുകൊണ്ട് അതിന്റെ മുന്നേറ്റത്തെ ദൈവം തടഞ്ഞു എന്ന് വരാം. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതം ഈ ആയുസ്സിനെ മാത്രം കണ്ടുകൊണ്ടായിരിക്കരുത്. അന്തമില്ലാത്തതാണ്, അവസാനമില്ലാത്തതാണ്, അസ്തമിക്കാത്തതാണ്, തീരാത്തതാണ്, ഫുൾ സ്റ്റോപ്പ് ഇല്ലാത്തതാണ് നമ്മുടെ ആയുസ്. ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് പുല്ലിന്റെ ആയുസ് പോലെയല്ല, പൂവിന്റെ ആയുസ് പോലെയല്ല, ഒരു മൃഗത്തിന്റെ ആയുസ് പോലെയല്ല. നമ്മുടെ ആയുസ് അന്തമില്ലാത്ത ആയുസാണ്, അവസാനിക്കാത്ത ആയുസാണ്. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, ഈ ലോക ജീവിതത്തിൽ മാത്രം നമ്മൾ പ്രത്യാശിക്കാത്തവരായിരിക്കണം. അതാണ് 1 Corinthians 15:19 നാം വായിച്ചത്. അന്തമില്ലാത്ത ആയുസ്സിനെ കണ്ടുകൊണ്ട് വേണം നാം ദൈവാലയത്തിൽ വരുവാൻ. അന്തമില്ലാത്ത ആയുസ്സിനെ അറിഞ്ഞുകൊണ്ട് വേണം നാം പള്ളിയിൽ പോകുവാൻ. അസ്തമിക്കാത്ത ആയുസ്സിനെ ദർശിച്ചുകൊണ്ടായിരിക്കണം നാം ഒരു ക്രൈസ്തവ ജീവിതം നയിക്കേണ്ടത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകത്തില്ല. നമ്മുടെ ക്രിസ്തീയ ജീവിതം നിസ്സാരമായി, നിലവാരം കുറഞ്ഞ്, മൂല്യമില്ലാത്ത അവസ്ഥയിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താ എന്ന് ചോദിച്ചാൽ അന്തമുള്ള ഒരു വിശ്വാസമാണ്, അവസാനിക്കുന്ന ഒരു വിശ്വാസമാണ്, തീരുന്ന ഒരു വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം. ദൈവമക്കളെ, അങ്ങനെയായിരിക്കരുത്.
തീരാത്തതും നിൽക്കാത്തതും അവസാനിക്കാത്തതും അന്ത്യപരപരമായ ഒരു വിശ്വാസത്തിൽ നാം മുന്നോട്ട് പോയാൽ നമ്മുടെ ആയുസ് ഈ ഭൂമിയിൽ വെച്ച് അവസാനിക്കുന്നത് ആയിരിക്കത്തില്ല. പ്രിയ ദൈവമക്കളെ, നല്ലൊരു വിശ്വാസം ഉണ്ടായാൽ നല്ലൊരു വളർച്ചയുണ്ടാകും. നല്ല വളർച്ചയോടൊപ്പം നല്ലൊരു അന്ത്യത്തിലേക്ക് നമുക്ക് ചെല്ലുവാൻ കഴിയും. എന്ന് പറഞ്ഞാൽ നല്ല വിശ്വാസം, നല്ല വളർച്ച, നല്ല മരണം, നല്ല അടക്കം, നല്ല ഉയർത്തെഴുന്നേൽപ്പ്, നല്ലൊരു കൂടിച്ചേരൽ നമുക്കുണ്ടാകും. എനിക്ക് വീണ്ടും വീണ്ടും കേൾവിക്കാരോട് പറയാനുള്ളത്, നമ്മുടെ വിശ്വാസം ഈ ഭൂമിയിൽ അവസാനിക്കുന്നത് ആയിരിക്കരുത്. നമ്മുടെ വിശ്വാസം ഈ ശരീരായുസ്സിൽ അവസാനിക്കുന്നത് ആയിരിക്കരുത്. നമ്മുടെ വിശ്വാസം ഈ ശരീരം മരിച്ചടക്കപ്പെടുന്നതോടുകൂടി അസ്തമിക്കുന്നത് ആയിരിക്കരുത്. ചില ഉദാഹരണങ്ങൾ നമ്മൾ നോക്കിയാൽ, ഉൽപ്പത്തി പുസ്തകം 46 അധ്യായം 4 വാക്യം, 50 അധ്യായം 1 വാക്യം ഒന്ന് വായിച്ചാൽ. ഉൽപ്പത്തി പുസ്തകം 46 അധ്യായം 4 വാക്യം, 50 അധ്യായം 1 വാക്യം. വായിച്ചാൽ. ഉൽപ്പത്തി പുസ്തകം 46 അധ്യായം അതിന്റെ 4 വാക്യം. ഞാൻ നിന്നോട് കൂടെ മിസ്രയീമിലേക്ക് പോകും. ഞാൻ നിന്നെ മടക്കി വെക്കും. യോസേഫ് സ്വന്തം കൈകൊണ്ട് നിന്റെ കണ്ണടക്കി എന്ന് അരുളിച്ചെയ്തു. ഈ വാക്യം നമുക്കറിയാം. യാക്കോബിനോട് ദൈവം പറയുക, എല്ലാവരും തന്നെ വിട്ടുപോയി. യാക്കോബിന്റെ മക്കളെല്ലാം ഈജിപ്തിലേക്ക് പോയി കഴിഞ്ഞു. താൻ ഒരുവൻ മാത്രം ശേഷിക്കുമ്പോൾ ദൈവം യാക്കോബിനോട് പറയണം, ഞാൻ നിന്നോടുകൂടെ മിസ്രൈമിലേക്ക് പോരും. പ്രിയ ദൈവമക്കളെ, നമ്മള് മുഖവിലേക്ക് എടുക്കേണ്ട ദൈവത്തിന്റെ വാഗ്ദാനമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം പറയാണ്, ഞാൻ നിന്നോടുകൂടെ പോരും, ഞാൻ നിന്നെ മടക്കി വരുത്തും. പ്രിയ ദൈവമക്കളെ, നാം മറ്റൊരു ദേശത്തേക്ക് പോയാൽ നമ്മളോടുകൂടെ അവിടെ ഒരു കുറവില്ലാതെ നമ്മളെ കാത്ത് ലക്ഷ്യസ്ഥാനത്ത് നമ്മളെ മടക്കി വരുത്തുന്ന ഒരു കർത്താവിനാണ് നമ്മുടെ വിശ്വാസ പ്രതീക്ഷ. യോസേഫ് സ്വന്തം കൈകൊണ്ട് നിന്റെ കണ്ണുകൾ അടയ്ക്കും എന്ന് അരുളിച്ചെയ്തു. യാക്കോബിന്റെ മരണ വിവരം ദൈവം പ്രവചന രൂപത്തിൽ യാക്കോബിനോട് പറയുകയാണ്, നീ പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, നീ മടങ്ങി വരുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. എന്നാൽ നീ മരണക്കിടക്കയിലായിരിക്കുമ്പോൾ നിന്റെ കണ്ണുകൾ തിരിഞ്ഞി അടയ്ക്കേണ്ടത് ഞാനല്ല. അതിനൊരാളെ ദൈവം യാക്കോബിന് കൊടുത്തിട്ടുണ്ട്, തന്റെ മകനായ യോസേഫാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ വിശ്വാസ ജീവിതം നല്ലതെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഭാഗ്യം കിട്ടും. മാതാപിതാക്കളും മക്കളും തമ്മിൽ സ്വരച്ചേർച്ചയില്ലാതെ പ്രശ്നത്താൽ നിഗൂഢമായി തല്ലിപ്പിരിഞ്ഞ് ജീവിച്ചാൽ മരണ വാർത്ത അറിഞ്ഞ് മനസ്സില്ല മനസ്സോടെ മക്കൾ മാതാപിതാക്കളുടെ അടുക്കൽ വരുമ്പോൾ കണ്ടു നിൽക്കുന്നവർ കണ്ണു തിരിഞ്ഞ് അടയ്ക്കേണ്ടി വരും. ഞാൻ പറയട്ടെ, ഇതല്ല വേദപുസ്തകത്തിന്റെ അന്തസത്ത. ഒരു കുടുംബത്തിൽ മാതാപിതാക്കൾ മക്കളുണ്ടെങ്കിൽ, പ്രിയ വാത്സല്യമുള്ള ദൈവമകളെ, കഴിയുന്നിടത്തോളം
ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ ആയിരിക്കുന്ന മക്കൾ അതിന് മറുസ്ഥലത്തായിരിക്കുന്ന മാതാപിതാക്കൾ അവിടെ വെച്ച് മരിച്ചാൽ ഒരുപക്ഷെ ആ ഭാഗ്യം കിട്ടിയെന്ന് വരത്തില്ല. എന്നാൽ സമീപത്തൊക്കെ ആണെങ്കിൽ പോലും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടണമെങ്കിൽ ഈ ഭൂമിയിൽ മാത്രം, ഈ ശരീരത്തിൽ മാത്രം ആയുസ് വെച്ചാൽ പോലും. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, 50-ാം അധ്യായം കഴിഞ്ഞ 1-ാം വാക്യം. അപ്പോൾ യോസേഫ് തന്റെ പിതാവിന്റെ മുഖത്ത് വീണ് കരഞ്ഞ് അവനെ ചുംബിച്ചു. കണ്ടോ, യാക്കോബ് മരിക്കുന്നു. യാക്കോബ് മരിക്കുമ്പോൾ തന്റെ മകനായ യോസേഫ് തന്റെ കൈകൾ കൊണ്ട് തന്റെ കണ്ണുകൾ തിരുമ്മി അടയ്ക്കുന്നു. അതിനുശേഷം തന്റെ അപ്പൻ ഈ ഭൂമിയിൽ ഇനി ജീവിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ എന്താണ് യോസേഫ് ചെയ്യുന്നത്? മുഖത്ത് വീണ് കരഞ്ഞ് അവനെ ചുംബിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഇത് വിശ്വാസത്തിന്റെ ഒരു നല്ല കുടുംബലക്ഷണമാണ്, അല്ലേ? അപ്പനും മക്കളും നല്ലതുപോലെ വിശ്വാസത്തിൽ അണിചേർന്ന് ആ മുന്നേറ്റത്തിൽ നല്ല ഒത്തൊരുമ, നല്ല പൊരുത്തം, നല്ല യോജിപ്പ്, നല്ല ചർച്ച, ആ മനോഹരമായ ശ്രേഷ്ഠകരമായ ഒന്നിനെയാണ് നമ്മളിവിടെ കണ്ടത്. ഈ ആയുഷിൽ മാത്രം പ്രത്യാശ വെക്കാതെ ജീവിച്ചാൽ നല്ല മരണം നമ്മൾ പ്രതീക്ഷിക്കുക. പ്രിയ ദൈവമക്കളെ, പ്രയാസവും പ്രതികൂലവും ബുദ്ധിമുട്ടും ഏറ്റക്കുറച്ചിലുകളെല്ലാം വരും. ഒരു കാരണവശാലും നിങ്ങളുടെ വായിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതിയെന്നൊരു വാക്ക് പുറപ്പെടരുത്. പ്രിയ ദൈവമക്കളെ, ഈ ആയുഷിനേക്കാൾ അപ്പുറത്ത് 70, 80, 100 വർഷം കൊണ്ട് അവസാനിക്കാത്ത ഒരു ജീവിതത്തിന് വേണ്ടി ദൈവം നമ്മളെ വിളിച്ചുവെങ്കിൽ നമ്മൾ ആ ജീവിതം ഈ ഭൂമിയിൽ നിന്ന് മുടിഞ്ഞു പോകണമെന്ന ഭ്രാത്തോടെ, ശാപവാത്തോടെ ഒരിക്കലും നമ്മൾ അവസാനിപ്പിക്കരുത്. എന്തു പ്രശ്നമുണ്ടായാലും ഒരുപക്ഷെ നിങ്ങളുടെ മക്കൾ ഒരു സമയം പോലും നിങ്ങളെ അനുസരിച്ചു എന്ന് വരുത്തില്ല. നിങ്ങൾ ഒറ്റയായി നിങ്ങൾ പ്രതീക്ഷിച്ച നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരത്തിനുള്ള വക കൊണ്ട് തന്നില്ല എന്ന് വന്നേക്കാം. നിങ്ങളുടെ ശരീരം രോഗത്തിന് വിധേയമായി ആശുപത്രിയിൽ പോകാനോ മരുന്ന് വാങ്ങിക്കുവാനോ ഒരുവിധമായ സഹായ സഹകരണങ്ങളും നിങ്ങൾക്കുള്ളവരിൽ നിന്ന് ഉണ്ടായില്ല എങ്കിൽ പോലും നിന്റെ ജീവിതത്തിന്റെ സായാഹ്നം നീ ശാപത്താൽ അവസാനിപ്പിക്കും. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും എന്നെ ചിന്തിപ്പിച്ചതാണ് യാക്കോബിന്റെ ഈ മരണം. ഒരു സമയം താൻ അപ്പനെ ചതിച്ച് ജ്യേഷ്ഠാവകാശം വാങ്ങിച്ചുകൊണ്ട് പോയവരാണെങ്കിൽ പോലും 20 വർഷത്തെ അന്യദേശത്തെ അധ്വാനത്തിന് ശേഷം താൻ മടങ്ങി വന്ന അനുഭവം തന്നെ ജീവിതത്തിലുണ്ടെങ്കിലും തനിക്ക് കിട്ടിയ ഭാഗ്യം തന്റെ മരണക്കിടക്കയിൽ അത് വലുതാണ്. ആമേൻ. പ്രിയ ദൈവമക്കളെ, നല്ല മരണം യാക്കോബ് പ്രതീക്ഷിച്ചു. അങ്ങനെ തന്നെ അവന് അത് സംഭവിച്ചു. നല്ല മരണം മാത്രമല്ല, നല്ലൊരു അടക്കവും തനിക്ക് കിട്ടിയതായിട്ട് ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 24, 26 വാക്യങ്ങളിൽ വരുമ്പോൾ തന്റെ മകനായ യോസേഫിന്റെ ജീവിതത്തിൽ അത് അങ്ങനെ തന്നെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എന്റെ അസ്ഥികൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് യോസേഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. യോസേഫ് 110 വയസ്സുള്ളവരായി മരിച്ചു. അവർ അവന് സുഗന്ധവർഗമിട്ട് അവനെ മിസ്രയീമിൽ ഒരു ശവപ്പെട്ടിയിൽ വെച്ചു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിന് ചില അടുക്കും ചിട്ടയും ചില ആചാര അനുഷ്ഠാനങ്ങളും ഉപേക്ഷിക്കപ്പെടാത്ത അവസ്ഥയിൽ നമ്മൾ സൂക്ഷിക്കണം. കണ്ടോ, ഈ മനുഷ്യൻ
അന്യദേശത്തിൽ മരിക്കുക. എവിടെയാണെന്നറിയാമോ? തന്റെ സ്വന്തം ദേശം, തന്റെ അപ്പനും അമ്മയും ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട കനാനാട്. അവിടെയല്ല ഈ സമയം യോസേഫ്. പിന്നെയോ ഈജിപ്റ്റ് എന്ന നാട്ടിലാണ്. പക്ഷേ തന്റെ ആചാരമോ അനുഷ്ഠാനമോ വിശ്വാസമോ പ്രത്യാശയോ നിലപാടോ മാറ്റമില്ലാത്തതാണ്. പറയാണ്, മരിച്ച എന്ത് ചെയ്യണം? എന്റെ മാതാപിതാക്കളും എന്റെ കുടുംബക്കാരും കർത്താവിനെ സേവിച്ച് ആരാധിച്ച് മരിച്ചടക്കപ്പെട്ട നാട്ടിലേക്ക് എന്നെങ്കിലും നിങ്ങൾക്ക് പോകേണ്ടി വന്നാൽ എന്റെ ശേഷിപ്പുകൾ കൊണ്ട് നിങ്ങൾ പോകണം. പ്രിയ ദൈവമക്കളെ, നമ്മൾ വിശ്വാസികളായി ജീവിച്ച് നമ്മുടെ മക്കൾ അവിശ്വാസികളായി ജീവിക്കേണ്ടി വന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുവാൻ പ്രയാസമാണ്. കേട്ടോ, ആ വിശ്വാസത്തിന്റെ അതിന്റെ ചിട്ടയിൽ ഒരിക്കലും അഴിവില്ലാത്തതായി. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, യോസേഫ് ഈജിപ്തിൽ വെച്ച് മരിച്ചു. തന്നെ ഒരു ശവപ്പെട്ടിയിലാക്കി സുഗന്ധ ദ്രവ്യങ്ങൾ പൊടിഞ്ഞ് തന്റെ മൃതശരീരം ഈജിപ്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കുറെ കാലം കഴിഞ്ഞ് ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചു. മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് കടന്നു പോരുമ്പോൾ, പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന്റെ 9 മുതൽ താഴോട്ടുള്ള വാക്യങ്ങള് നമ്മൾ വായിച്ചാൽ നമുക്ക് അതിന്റെ മനോഹാരിത കാണുവാൻ സാധിക്കുന്നു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അതിന്റെ 11, 12, 13 അധ്യായങ്ങളിൽ അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയുകയാണ്. ഇസ്രായേൽ ജനത്തെ കൊണ്ട് മോശ പോരുമ്പോൾ മോശയുടെ കയ്യിൽ 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാണ് 2 കാര്യങ്ങൾ നിങ്ങൾക്കറിയാമോ? ഒന്ന്, ഒരു വടിയുണ്ട്. രണ്ടാമത് ഒരു സഞ്ചിയുണ്ട്. ആ സഞ്ചിയിൽ ഈജിപ്തിൽ മരിച്ചടക്കപ്പെട്ട യോസേഫിന്റെ അസ്ഥികൾ പിറക്കിക്കൊണ്ടുവരുന്നതാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അന്യദേശത്ത് വെച്ച് മരിച്ചിട്ട് എന്നെങ്കിലും ദൈവം തന്റെ ജനത്തെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എന്റെ അസ്ഥികൾ കൂടി എടുത്തുകൊണ്ട് പോകണമെന്ന് യോസേഫ് പറഞ്ഞത് അതേപടി പാലിച്ച് മോശെ അതുകൊണ്ട് പോവുകയാണ് കനാൻ നാട്ടിൽ കൊണ്ടുവന്ന് സംസ്കരിക്കപ്പെടുക. പ്രിയ ദൈവമക്കളെ, വിശുദ്ധന്മാരെല്ലാം മരിച്ച് ഒരു സ്ഥലത്ത് തന്നെ അടക്കപ്പെട്ടാൽ കർത്താവിന്റെ ആഗമനത്തിൽ അവർ ഒരുമിച്ച് എഴുന്നേറ്റ് ഒന്നായി ദൈവസന്നിധിയിൽ കൂടിച്ചേരും. നമ്മുടെ കുടുംബത്തിൽ ഒരാൾ ക്രൈസ്തവനും ഒരാൾ അക്രൈസ്തവനുമെങ്കിൽ പുനരുത്ഥാനത്തിൽ ഒന്നുപോലെ ഒരുമിച്ച് കൂടുവാൻ സാധിക്കരുത്. കണ്ടോ, ദൈവജനത്തിന്റെ പുനരുത്ഥാനം അത് ഒരുമിച്ചാണെങ്കിൽ അവരൊരുമിച്ച് ഉയർത്തെഴുന്നേറ്റ് ഒരു സ്ഥലത്ത് കൂടുമ്പോൾ ആ ഭാഗത്ത് വരാത്തവർ മറ്റൊരു സമയത്ത് പുനരുത്ഥാനം പ്രാപിച്ച് വേറൊരു സ്ഥലത്ത് കൂടും. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു കുടുംബത്തിൽ ഒരു വ്യക്തിയും ഒരു സാഹചര്യത്താലും അക്രൈസ്തവരായി പോകരുത്. നമ്മൾ ഈ വാക്യങ്ങൾക്ക് വില കൽപ്പിക്കണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം, അങ്ങനെ യോസേഫ് പിതാവിനെ അടക്കം ചെയ്യുവാൻ പോയി. കണ്ടോ, അന്യദേശത്ത് യോസേഫായിരിക്കുകയാണ്. തന്റെ അപ്പനായ യാക്കോബ് മരിച്ചു. ഫറവോനോട് യോസേഫ് പറയുകയാണ്, എന്റെ അപ്പൻ മരിച്ചു, ഈ നാട്ടിൽ വെച്ച് അവനെ ശവം സംസ്കരിക്കുവാൻ അനുവാദമില്ല, അതുകൊണ്ട് ഞാൻ പോയി എന്റെ അപ്പനെ അടക്കിട്ട് വരാം. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, യാക്കോബ് മരിക്കുന്നത് എവിടെ വെച്ചാണെന്ന് അറിയാമോ? യാക്കോബ് മരിക്കുന്നത് എവിടെ വെച്ചാണ്? ഈജിപ്തിൽ വെച്ചാണ്. എന്നാൽ യാക്കോബിന്റെ മൃതശരീരം കനാൻ നാട്ടിൽ കൊണ്ടുവന്നാണ് സംസ്കരിക്കുന്നത്. യോസേഫ് ആ സമയം ഈജിപ്തിലെ ഫറവോന്റെ മേലധികാരിയായി തന്റെ കൊട്ടാരത്തിൽ നിൽക്കുകയാണ്. രാജാവിനോട് പറയാണ്,
എന്റെ അപ്പൻ മരിച്ചു, അവന്റെ പോയി കരനാട്ടിലേക്ക് കൊണ്ടുപോകുന്നു, ഞാൻ പോയി അവനെ അടക്കിച്ചു വരാം. കണ്ടോ, ഇതാണ് വിശ്വാസത്തിന്റെ വലിപ്പം. അതെ, അതുപോലെ ദൈവമക്കളെ, നമ്മൾ എവിടെയായിരുന്നാലും എവിടെ കിടന്ന് മരിച്ചാലും നമ്മുടെ പൂർവികർ മരിച്ചടക്കപ്പെട്ട സ്ഥാനത്തേക്ക് നമ്മളുടെ പോയി കൊണ്ടുവരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണോ? അതെ, അതുകൊണ്ടാണ് ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് വിലയുള്ളതാണ്. അത് ചുറ്റീകരിച്ച് ഗംഗയിലോ യമുനയിലോ പമ്പയിലോ ഒഴുക്കാനുള്ളതല്ല. എന്റെ കർത്താവിന്റെ സന്നിധിയിൽ ഒരു ദിവസം അത് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കേണ്ട മനുഷ്യരാകിയാൽ ആ മരിച്ചുപോയ മനുഷ്യന്റെ ആസ്തികൾക്ക് വിലയുണ്ട്. അതെ പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ലായെങ്കിൽ നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ബോഡി അവൻ തോന്നിവാസം ചെയ്യാതിരിക്കുവാൻ നിങ്ങൾ മനോഹരമായ ഒരു കത്ത് നേരത്തെ എഴുതി വെക്കണം. ഞാൻ ഒരു ക്രൈസ്തവനായി ജീവിച്ചു മരിച്ചു, നീ ഒരു കാരണവശാലും എന്റെ മൃതശരീരം ക്രൈസ്തവ രീതിക്ക് വിരോധമായി സംസ്കരിക്കരുത്. അതിനുള്ള തന്നെ നമുക്കുണ്ടാകും. പ്രിയ ദൈവമക്കളെ, നമ്മുടെ വിശ്വാസം അത്ര വലുതാണ്. അങ്ങനെ യാക്കോബ് തന്റെ അപ്പനെ, തന്റെ വെള്ളിപ്പനെ, തന്റെ മുത്തച്ഛനെ അവരെല്ലാം മരിച്ചടക്കപ്പെട്ട സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി അടക്കി. യോസേഫ് ആ ദൗത്യം നിറവേറ്റിയതായി നമ്മൾ കാണുകയാണ്. പ്രിയ ദൈവമക്കളെ, നല്ലൊരു മരണം, നല്ലൊരു അടക്കം, നല്ലൊരു പുനരുത്ഥാനം നമ്മൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ പ്രവൃത്തി 24-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അപ്പോൾ പ്രവൃത്തിയുടെ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം, നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുത്ഥാനം ഉണ്ടാകുമെന്ന് അവർ കാത്തിരിക്കുന്നത് പോലെ ഞാൻ എന്റെ ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്നു. ലേഖനം 11-ാം അധ്യായം 35-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ലേഖനം 11-ാം അധ്യായം അതിന്റെ 35-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, എല്ലാവരും പുനരുത്ഥാനം പ്രാപിക്കും, ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് മോചനം സ്വീകരിക്കാതെ പീഡനമേറ്റു. പ്രിയ ദൈവമക്കളെ, നമുക്ക് കിട്ടുവാനുള്ള പുനരുത്ഥാനം ഏറ്റവും നല്ലതായിരിക്കട്ടെ. ഹല്ലേലൂയ. ഏറ്റവും വിലയേറിയ, ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു പുനരുത്ഥാനമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്നതിൽ അഭിമാനം കൊണ്ട് തന്റെ വിശ്വാസം വലുതാണ്, തന്റെ ആത്മീയ ജീവിതം വലുതാണ്, തന്റെ മരണം വലുതാണ്, തന്റെ ശവസംസ്കാരം വലുതാണ്, തന്റെ പുനരുത്ഥാനം വലുതാണ്, അവസാനമായി താൻ സംഗമിക്കുന്നത് വലുതാണ്. പ്രിയ ദൈവമക്കളെ, നമ്മൾ വിശ്വാസത്തിൽ, ജീവിതത്തിൽ, മരണത്തിൽ, അടക്കത്തിൽ വിലയുള്ളവരായി തീർന്നാൽ ഉയർത്തെഴുന്നേൽപ്പിന് വിലയുള്ളവരായി കർത്താവിന്റെ അടുക്കൽ കൂടുന്നു. അതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന് നമ്മൾ വിലയിരുത്തിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, പൗലോസ് പറയുന്ന പോലെ ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെക്കരുത്. മരിച്ചത് പോയി. പ്രിയ ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയട്ടെ. പല ക്രിസ്തീയ പള്ളിക്കാരും തങ്ങളുടെ ഉദ്യോഗത്തിലൂടെ മരിച്ചാൽ ആ വ്യക്തിയെ അടക്കി അവിടെ ഒരു കല്ലറ പണിത് ആ കല്ലറയെ വീരവൃത്തിയോടെ സൂക്ഷിക്കുന്നത് ഇതിന്റെ പിന്നിലുള്ള രഹസ്യമാണ്. കർത്താവ് വരുന്നവരെ ആ മരിച്ചടക്കപ്പെട്ട വ്യക്തിയുടെ ജീവനത്യാംശ ശരീരഭാഗങ്ങൾ ആ കല്ലറയുണ്ട്. ആ കല്ലറ തുറക്കുവാൻ കർത്താവിന് മാത്രമേ വേദപുസ്തകപ്രകാരം അവകാശമുള്ളൂ. നമ്മുടെ സാഹചര്യം മോശമായതുകൊണ്ട് ഒരു കല്ലറ സ്ലാബ് അടച്ചിട്ട് പിന്നെ തുറന്ന് അടുത്തടുത്തിരുന്ന്, അതുകൊണ്ട് ആരുടെയൊക്കെ ഇട്ടാലും എല്ലാം ഒരു ലിസ്റ്റിൽ ഉയർത്തെഴുന്നേൽക്കുന്നവരായിരിക്കണം. അങ്ങനെയെങ്കിൽ ആ ദിവസം ആ കർത്താവ് ആ കല്ലറ തുറക്കുമ്പോൾ അതിലടക്കപ്പെട്ട ഒന്നിലധികം വിശുദ്ധന്മാർ ഒറ്റയടിക്ക് ഉയർത്തെഴുന്നേറ്റ് കർത്താവിന്റെ സന്നിധിയിൽ എത്തിച്ചേരും.
ആമേൻ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇതുകൊണ്ടാണ് ക്രൈസ്തവ സങ്കല്പത്തിൽ പോലും ഒരു കുടുംബ കല്ലറ എന്ന് പേര് പറയുന്നു. ആമേൻ. അങ്ങനെയെങ്കിൽ നമ്മുടെ വിശ്വാസം നല്ലതായിരിക്കട്ടെ, നമ്മുടെ ജീവിതം നല്ലതായിരിക്കട്ടെ, നമ്മുടെ മരണം നല്ലതായിരിക്കട്ടെ, നമ്മുടെ അടക്കം നല്ലതായിരിക്കട്ടെ, നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പ് നല്ലതായിരിക്കട്ടെ, നമ്മുടെ കൂടിച്ചേരൽ അതും നല്ലതായിരിക്കട്ടെ. അതിനെ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.